മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കിയത്. കേരളത്തിന് ആദ്യമായി ഒരു ഭരണകക്ഷി എംപി ഉണ്ടായ സാഹചര്യവും ആ എംപി ടൂറിസം സഹമന്ത്രിയായതും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയിരുന്നു. എന്നാൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും വരെ മാത്രമേ ആ പ്രതീക്ഷയ്ക്ക് ആയുസ്സുണ്ടായുള്ളൂ. ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടെ കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയും അപ്രത്യക്ഷമായി. ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി കൊടുത്ത ബഡ്ജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചത്. ടൂറിസവും എയിംസുമെല്ലാം വെള്ളത്തിലായ അവസ്ഥ. ഇതോടെ ബഡ്ജറ്റിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകുന്നതാണ് മോദി സർക്കാരിന്റെ നയമെന്ന പ്രഖ്യാപനവുമായാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചത്. എന്നാൽ സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ബഡ്ജറ്റിൽ അദാനിയുടെയും അംബാനിയുടെയും സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ബി.ജെ.പി ബഡ്ജറ്റിൽ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തോട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചത്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനത്തിലെ കേരളത്തോടുള്ള അവഗണനയ്ക്ക് കേരളത്തിനും പങ്കില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കേരളത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാണ് ബഡ്ജറ്റിൽ പ്രകടമായത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കാനോ അവ കാര്യക്ഷമമായി കേന്ദ്രത്തിൽ അവതരിപ്പിക്കാനോ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് പരക്കെ ഉയരുന്നത്. കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഡൽഹിയിൽ നിയോഗിച്ചിരുന്ന പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരു മന്ത്രിക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സംസ്ഥാന സർക്കാർ സേവിക്കുന്ന കെ.വി. തോമസ് സത്യത്തിൽ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് സാധാരണക്കാരായ ജനങ്ങളുടെ അടക്കം ചോദ്യം. ഒറ്റനോട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണിത്. ദേശീയ പ്രാധാന്യമുള്ള 8 ലക്ഷ്യങ്ങൾ എന്ന മുഖവുരയോടെ ധനമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് വന്ന വീഴ്ചകൾ മുഖ്യൻ മുഖവിലക്കെടുത്തില്ല. ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ആവർത്തിച്ചുന്നയിക്കാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. കേരളത്തിന് ആകെ പ്രതീക്ഷയും ആശ്വാസവുമുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത ദീർഘകാല വായ്പകൾ നൽകും എന്നത് മാത്രമാണ്. വിദേശ നിക്ഷേപ ചട്ടം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശവുമുണ്ട്. കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് നടത്തേണ്ടവയാണ്. ഇതിന് ഏറ്റവും അനിവാര്യമായ കാര്യം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ്. ആ ശാക്തീകരണം സാധ്യമാക്കാതെ കാർഷികാഭിവൃദ്ധി എങ്ങനെ കൈവരിക്കാനാകും? വായ്പാ പരിധി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന സമീപനം കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിടാൻ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിൽ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കും അതിൽ സാമ്പത്തിക ചെലവുണ്ട്. ഇത്തവണ നഗരവികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ സംസ്ഥാനത്തിന്റെ നികുതി അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതുണ്ടെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. GST നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ തനത് നികുതി അധികാരം മാത്രമേ ഉള്ളൂ. അതുപോലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമാക്കാനാണ് ബഡ്ജറ്റിൽ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത കാര്യമാണ്. കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാന ആവശ്യങ്ങളായ എയിംസും ടൂറിസവും പരിഗണിക്കാൻ തയ്യാറാകാതെ കേരളത്തോട് ബഡ്ജറ്റിൽ കാണിച്ച അവഗണന ഇന്നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് കുറച്ചു കളയാൻ സാധിക്കില്ല.